സാലുദേരെ, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ദൂതുമായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ്റെ തിരുപ്പിറവിയോടനുബന്ധിച്ച് ദർശന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നാടക മത്സരത്തിൽ ദർശന അവർ ലേഡി ഓഫ് സോറോസ് 2021 അവതരിപ്പിക്കുന്ന നാടകം എൻ്റെ മന്ദാരം പൂത്തപ്പോൾ. രചനാ സംവിധാനം മിനി ഔസേപ്പ്. എഡിറ്റിംഗ് പ്രിൻസ് തോമസ്. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: സോബി സിസിലി ഔസേപ്പ്, റാണി മിനി ഔസേപ്പ്. സോബിയുടെ പിതാവ് ബിന്ദു റിച്ചി, സോബിയുടെ മാതാവ് ബീന ജോണി, റാണിയുടെ മാതാവ് ജോയ്സി തോമസ്, സിസ്റ്റർ മേരി ഫ്രാൻസിസ്, ഫാദർ ലിസി ആൻ്റണി, ജിസ്മോൻ അർപ്പിത് ജുബിൻ, ജാൻസിമോൾ അമേയ റോസ്. അയൽക്കാർ: ജൂലി ജെയ്സൺ, ലില്ലി ആൻ്റണി, ഗ്ലീന സെബാസ്റ്റ്യൻ. ഏറെ പരിമിതികൾക്കുള്ളിലും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നു. ഏവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. എൻ്റെ മന്ദാരം പൂത്തപ്പോൾ. Audio Jungle. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങളുടെ നാടകം ഇവിടെ തുടങ്ങുന്നു. ഓ ദൈവമേ, ഇന്ന് എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ എന്തൊരു സന്തോഷമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന് പഴമക്കാർ പറയുന്നത് എത്ര ശരിയാണ്. മോനെ സോബി, സോബി മോളെ റാണി, ഈ അച്ചാറ് മരുന്നൊന്നും വെക്കാൻ മറക്കരുതാ. കടയിലൊക്കെ പോകണല്ലേ, ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഈ മരുന്നുകൾ അവിടുന്ന് വാങ്ങാനായിട്ട് എളുപ്പമല്ലേ, അത് കാരണം ആദ്യം തന്നെ ഇതൊക്കെ എടുത്തു വെച്ചോ. അപ്പച്ചന് പള്ളിയിലേക്ക്, അപ്പച്ചന് അമ്മയും കൂടി പള്ളിയിലേക്ക് വരട്ടെ. ഓട്ടോ ഏൽപ്പിച്ചു കേട്ടാ. അങ്ങോട്ട് ഓട്ടോയിൽ പൊക്കൾ. ഇങ്ങോട്ട് വരുമ്പോ രണ്ടുകൂട്ടേരോട് നടന്ന് വർത്താനം വന്നിട്ട് വന്നാൽ മതി. തിരക്കൊന്നും ഇല്ല നമുക്ക്. പിന്നെ റാണിയെ നീ ജോലിക്ക് പോകുമ്പോ ബസ് സൂക്ഷിച്ച് കയറിക്കോളോട്ടാ. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ഓട്ടോ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നരാടെ പോകണമെന്നുണ്ടെങ്കിലും ആ ഓട്ടോ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഓട്ടോയില് 10 ദിവസത്തിന്റെ ഓട്ടോ വരും. അതിന്റെ മക്കൾ പോയി വന്നാൽ മതി കേട്ടാ. പിന്നെ പലചരക്കടയിലെ കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പാലിന്റെ എല്ലാ കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ശമ്പളം വരുമ്പോ നിങ്ങൾ അതൊക്കെ കൊടുത്താൽ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എല്ലാ കാര്യം ഇനിയിപ്പോ ഇത് ഈ പെട്ടിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒരുക്കപ്പാടൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥിച്ച് നമുക്ക് എല്ലാവരും യാത്രയുണ്ട് സന്തോഷത്തോടെ. എല്ലാവരും പ്രാർത്ഥിക്കാട്ടാ. അത്രയും നമുക്ക് അച്ഛന് പറയാലോ. ഓ സമയം ഒരുപാടായല്ലോ.
സോബിയെ ഈ റാണിയെയും മക്കളെയും വിളിക്കി, നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഇറങ്ങാം. നേരത്തെ വിമാനത്താവളത്തിൽ എത്തിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പച്ച ഞാൻ പോവാണ് ട്ടാ. അമ്മേ ഞാൻ പോവാണ് കേട്ടാ. റാണിയെ മക്കളെ എല്ലാവരോടും അപ്പച്ചനെ എല്ലാവരോടും ഞാൻ യാത്ര ചോദിക്കാൻ കേട്ടാ. അപ്പൊ പോയി വരട്ടെ കേട്ടാ. ശരി. ഹലോ, എൻ്റെ സോബിക്ക് ജോലി കിട്ടിയിട്ടാ. ഗൾഫിലാണ്. ഗൾഫിൽ നല്ല പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് കാത്തിരുന്നാലും വേണ്ടില്ല. അവൻ്റെ പഠിപ്പിനും അവൻ്റെ അറിവിനൊക്കെ അനുസരിച്ച് നല്ല ഒരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. അവളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവളുടെ ആൻറ്റി പറഞ്ഞത് ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കണ്ട, ഭയങ്കര കൃഷിപ്പണിയാണ്, അത് കാരണം കൊണ്ട് അവിടെ പോയി നിങ്ങൾ കുട്ടികൾ അരിക്കുള്ളൂ, പണിയിട്ട് പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ മോൾക്ക് നല്ല ഒരു ജോലിയുള്ള ഭർത്താവിനെ കിട്ടിയല്ലോ. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ വീട്ടിലെ ഏട്ടൻ കൂട്ടാക്കണ്ടേ, ആളുടെ തീരുമാനമല്ലേ ഏറ്റവും അവസാനത്തെ തീരുമാനം. ഇപ്പം എനിക്ക് ശരിക്കും സന്തോഷമായി. കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ലേ മോനെ? ജാൻസി മോള് കുറച്ചു നേരം കളിച്ചാൽ മതി കേട്ടോ. അടുത്ത ഞായറാഴ്ച വേദേശ പരീക്ഷ ഉണ്ട് എന്നുള്ളത് സിസ്റ്റർ പള്ളിയിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞു. ഓടിവാ മക്കളെ, കുറച്ചു നേരം കളിച്ചാൽ മതി, പിന്നെ പ്രാർത്ഥിക്കാം. ഓടിവാ. ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങളെ വേഗം കാണാൻ വരണേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ. നാട്ടിലുള്ള ആൾക്ക് കല്യാണം കഴിച്ചോട്ടെ മതി, ജോലിയുള്ള ആൾക്കാരെ നോക്കിയിട്ട് കല്യാണം. നാത്തു അപ്പോഴും പറഞ്ഞതായി വീട്ടിലേക്ക് കല്യാണം കഴിക്കുന്നതാന്ന്. എന്റെ മോളെ റാണിയുടെ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. വാക്കുകൾ പ്രയോഗിക്കുന്നത് അസ്ഥാനത്താണെങ്കിൽ അവിടെ മുറിഞ്ഞു പോകും. ആ വേദന മാറ്റാൻ ഒരു മരുന്നിനും സാധ്യമല്ല. ചേട്ടാ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. സംഭവിക്കാതെ സംഭവിച്ചു. സോബിയും മക്കളെ നോക്കണ്ട ചേട്ടൻ ഇങ്ങനെ തളർന്നാലും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സുഖമായിരിക്കും. ജോണി ചേട്ടാ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? കൊച്ചു കുട്ടികളെ പോലെ കരയാണ്ട് വിഷമിക്കാതിരിക്കൂ. ജോണി ചേട്ടൻ വിഷമിച്ച എല്ലാവരും വിഷമിച്ചിരിക്കില്ലേ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞിരുന്നു എന്നല്ലേ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത്? ദൈവത്തിന്റെ സ്വർഗീയ നാട്ടിലേക്കല്ലേ സോബിയെ ദൈവം വിളിച്ചിരിക്കുന്നത്. ജോണി ചേട്ടൻ വിഷമിക്കാതിരിക്കൂ. രണ്ട് കള്ളന്മാരുടെ മധ്യേ ഒരു കൊള്ളക്കാരനെ പോലെയല്ലേ നമ്മുടെ ദൈവത്തെ അവര് ക്രൂശിച്ചത്. ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റാനായിട്ട് അത് സാധ്യമായല്ലേ തീരൂ. ജോണിച്ചേട്ടൻ വിഷമിക്കാതിരിക്കൂ. നമുക്ക് എല്ലാവർക്കും സോബി മടങ്ങി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൂടെ ഞാനും പ്രാർത്ഥിക്കാം. ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെ പരാതി കേൾക്കാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല സോബിച്ചേട്ടൻ മരിച്ചു പോയി വരും.
എന്നെങ്കിലും ഒരിക്കൽ എന്നെ എൻ്റെ മക്കളെയും കാണാനുണ്ട്, അപ്പച്ചനെ അമ്മച്ചനെയും കാണാനുണ്ട്. വെറുതെ പറയല്ല, ചേട്ടൻ മരിച്ചിട്ടൊന്നുമില്ല. എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മക്കളെ കാണാൻ വേണ്ടി വരും. മക്കളെ ഇടയായിട്ട് പള്ളിയിലേക്ക് ഒന്നും കാണാറില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വിഷമിക്കണ്ട കേട്ടോ. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ലല്ലോ. അവനിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നല്ലേ യേശു പറഞ്ഞിട്ടുള്ളത്. ആ, ഇസ്മോനും ജാൻസിമോളും ഇങ്ങോട്ട് വരുമോ? സിസ്റ്റർ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ കരയാണോ? എന്തിനാ നിങ്ങൾ കരയുന്നേ? കരയുണ്ടാട്ടാ, കരയുണ്ടാട്ടാ. സിസ്റ്റർ ഒരു കാര്യം പറയട്ടെ. ഇത് നല്ല മക്കളല്ലേ? ക്രിസ്മസ് അടുത്താറായില്ലേ? 25 ദിവസം നോയമ്പെടുത്ത് സുഹൃതജപം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മൾ വിചാരിച്ച നിയോഗം പൊന്നുണ്ണി നടത്തി തരും. സിസ്റ്ററിന്റെ അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പറയണത്. അതുകൊണ്ട് മക്കള് 25 ദിവസം നോയമ്പെടുത്ത് സുഹൃതജപം ചൊല്ലി പ്രാർത്ഥിച്ച് പുൽക്കൂട്ടിൽ ഉണ്ണീശോനെ കാണാനായിട്ട് ക്രിസ്മസിന്റെ അന്ന് പോകുമ്പോ നിങ്ങളുടെ നിയോഗവും കൂടി പുൽക്കൂട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഉണ്ണീശോ നമുക്ക് വേണ്ട എല്ലാ കാര്യവും നടത്തി തരും. കൊച്ചു കുട്ടികളെയാണ് ഉണ്ണീശോയ്ക്ക് കൂടുതൽ ഇഷ്ടം. ഞങ്ങൾ അടുത്ത ഞായറാഴ്ച തൊട്ട് സൺഡേ ക്ലാസ്സിലേക്ക് വരാട്ടോ. ഈശോയുടെ വചനം മറ്റും നന്നായി പഠിക്കാട്ടോ. ഈ തന്ന സാധനങ്ങള് കഴിയുമ്പോ റാണി, നീ ഗവൺമെന്റിലേക്ക് എന്നെ വിവരം അറിയിച്ചാല് ഞാൻ സാധനങ്ങൾ കൊടുത്തയക്കാം. അതല്ലെങ്കിൽ റാണി അങ്ങോട്ട് വന്നാ മതി. ബാക്കിയുള്ള സാധനങ്ങള് ഞാൻ കൊടുത്തയക്കാം. പിന്നെ ജിസ്മോനും ജാൻസിമോളും കാറ്റീസത്തിന് വന്നോളൂട്ടാ. സിസ്റ്റർ നിങ്ങളെ കാണാണ്ടായപ്പോഴാണ് ഇവിടേക്ക് അന്വേഷിച്ച് വന്നത്. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നന്നായി പ്രാർത്ഥിച്ചാൽ മതി. സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂട്ടാ. എന്നാ സിസ്റ്റർ പോട്ടെ. ഈ കുടുംബത്തിനെ ഞാൻ ഈ പ്രാർത്ഥനയിൽ നന്നായിട്ട് ഓർക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആദ്യത്തെ ചോദ്യം ജാൻസിമോളോടാണ് ചോദിക്കണത് കേട്ടാ. ഈശോ വാഴുന്ന സ്ഥലം ഏതാണ്? ഈശോ വാഴുന്ന സ്ഥലം ഏതാണ്? ജാൻസിമോള് പറഞ്ഞേ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ജിസ്മോനോടാണ് കേട്ടാ. സഭ ബലിയർപ്പിക്കുവാൻ അധികാരം കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? സഭ ബലിയർപ്പിക്കുവാൻ അധികാരം കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? ജിസ്മാൻ പറഞ്ഞേ. വൈദികരെ. ശരിയാണ് കേട്ടാ, മിടുക്കൻ. എന്റെ മകനുണ്ടായിരുന്നപ്പോൾ വീട്ടിൽ പട്ടിണി കൂടാതെ കഴിഞ്ഞിരുന്നു. ഇനി പറ്റുകടയിലെ പറ്റ് ആര് കൊടുക്കും? മരുന്ന് മേടിച്ച വകയിലുമുണ്ട്. റാണിയെ, നീ കുത്തിപ്പിടിച്ചിരിക്കാതെ നല്ല പണിക്ക് പോകണേ. കുട്ടികളും കുടുംബവും പട്ടിണി കിടന്നു മരിക്കും. ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ എന്ത് ജോലി കിട്ടാനാണ്? നീ പോയി എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കും പെണ്ണെ. നിനക്കും മക്കൾക്കും തരാൻ ഇവിടെ കുത്തിയിരിപ്പൊന്നുമില്ല. വഴിയിലേക്ക് നോക്കിയിരുന്നാൽ ചത്തുപോയവരൊന്നും തിരിച്ചു വരിക കേട്ടോ. ആ കാര്യം ഓർമ്മയിലില്ല. അപ്പച്ചൻ വന്നില്ലല്ലോ ചേച്ചി. വാശി പിടിക്കല് ജിസ്മോനെ. അപ്പച്ചൻ വരും. അപ്പച്ചനെ വിളിക്ക്. അപ്പച്ചൻ വരും. കുട്ടനെ കാണാൻ വരും. അമ്മ തല്ലുകൂടല്ലേ മക്കളെ. ആ അമ്മേ, ഞാന് ഉഷേച്ചിയുടെ കടയിൽ പോയിട്ട് കുറച്ച് തുണി തയ്ക്കാനുള്ളത് എടുത്തുകൊണ്ട് വരാം. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ജിസ്മോനെ ജാൻസിമോളെ നന്നായി നോക്കണേ. നല്ല കുറുമ്പ കയ്യില്. ഞാൻ പോയിട്ട് വരാം, വേഗം വരാമോ?
വയ്യ. മാറോളെ തട്ടി തോറ്റു ഞാൻ. എവിടെ ഇരിക്കട്ടെ. ആരെ പറഞ്ഞേ? എടി മറിയാമേ, നീയൊന്നും ഇവിടെ വന്നേടിയേ. നോക്കിയേ ആരെ വരണം നോക്കിയേ. ഇവിടെ റാണി പോണ പോക്കൊന്നും നോക്കിയേ. എന്തോ ഒരു സ്റ്റൈല അവള് പോണേ. ഒരു ഭർത്താവ് മരിച്ചൊരു പെണ്ണല്ലടി അവള് പോണ സ്റ്റൈലൊന്നും നീ ഒന്ന് നോക്കി നോക്കിയേ. എന്താ പോണ പോക്ക്? ആരെ കാണിക്കാനാണാവോ പോണേ? ആർക്കറിയാ? ദൈവത്തിനറിയാ. പിന്നെന്താ വീട് ക്ലീനിങ് ആയിരുന്നോ? ക്ഷീണിച്ചിരിപ്പായല്ലോ. അല്ല, ആ റാണിയെ പറ്റി പറയുന്നതൊക്കെ ഞാൻ കേട്ടുട്ടാ. എന്തിനാ കത്തിനെടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ശാപം കിട്ടൂട്ടാ. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കരുതെന്ന്. അവൾ ഭർത്താവ് മരിച്ചിട്ട് അവളുടെ മക്കളെ പോറ്റാനല്ലേ ജോലിക്ക് പോകുന്നത്. എന്നും അവൾക്ക് വെള്ളസാരി എടുത്ത് നടക്കാൻ പറ്റുമോ? ഈ വെളുത്തതും കറുത്തതുമായിട്ടുള്ള സാരി കൊടുത്തിട്ട് എന്താ കാര്യം? അവൾക്ക് നമ്മളെ പോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകില്ലേ? ഈ വെള്ളസാരി എടുത്ത് നാട്ടുകാരെ കാണിച്ച് നടന്നിട്ട് എന്താ കാര്യം? വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചാലേ ദൈവം അവര് സംരക്ഷിക്കും. എനിക്ക് ഉറപ്പാണ്. അറിയാമേ, എനിക്ക് തന്നെ പറഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ ആലോചിക്കുന്നത്. എന്തൊരു കഷ്ടല്ലേ ഈ വിധവകളുടെ കാര്യം. വല്ലാത്തൊരു കഷ്ടല്ലേ. ഞാനും ഈ പറയണ വരുന്നില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കൈ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ. എന്തിനാ നമ്മളത് ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചു. നീ ഇത് പറഞ്ഞപ്പോ എനിക്കെല്ലാം ബോധ്യായി. അവർക്കൊരു നല്ലൊരു വസ്ത്രം ഇടാനോ നല്ലൊരു ആഘോഷങ്ങളിലേക്ക് പോവാനോ ഒന്നിനും അവർക്ക് പറ്റില്ല അല്ലേ? വല്ലാത്തൊരു കഷ്ടം. ഞാൻ ഇനി മേലെ ഞാൻ ഇതൊന്നും പറയാൻ പോകുന്നില്ല കേട്ടാ. സാരല്ലേ കത്രീനെടുത്തേ, ചേച്ചിക്ക് തെറ്റൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ തന്നെ ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു. വേദനിക്കുന്നവർക്ക് ഒരു താങ്ങായി നിൽക്കണം നമ്മൾ ചെയ്യേണ്ടത്. അവരെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയല്ല വേണ്ടത്. ശരി, എന്റെ ഭർത്താവ് വരാറായി. കോട്ടേട്ടാ. കല്യാണത്തിന് മുൻപ് കഴിക്കാൻ പഠിച്ച കാരണം കൊണ്ട് സ്വാഭിചേട്ടനില്ലാത്ത അവസ്ഥ വന്നപ്പോൾ കുറച്ച് കഴിക്കാനെങ്കിലും പറ്റി. ചേട്ടനുള്ളപ്പോ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിരുന്നില്ല. എല്ലാ കണക്കും കാര്യങ്ങളും കൃത്യമായിരുന്നു. ഇനിയിപ്പോ ഇതുകൊണ്ട് തച്ചുണ്ടാക്കിയിട്ട് വേണം മക്കളേനെയും അപ്പനെയും അമ്മേനെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പച്ചന്റെ മടി കെടുക്കാൻ കൊതിയാവണ്. അപ്പച്ചൻ വരുമ്പോ മുട്ടായും പലഹാരങ്ങളും കൊണ്ടുവരൂല. ഞാൻ ചേച്ചിക്കും തരാട്ടോ. കുട്ടാ നീ എങ്ങനെ അപ്പച്ചൻ നമ്മുടെ അടുത്തേക്ക് വരാം? അപ്പച്ചൻ സ്വർഗത്തിലേക്ക് പോയില്ലേ? അപ്പച്ചന് ഈശോയുടെ കൂടെയല്ലേ? പിന്നെ എങ്ങനെ അപ്പച്ചൻ നമ്മുടെ അടുത്തേക്ക് വരാം? അയ്യോ, ഇനി നമ്മുടെ അടുത്തേക്ക് അപ്പച്ചൻ വരൂലേ? പ്രാർത്ഥിച്ചാ ചിലപ്പോ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വാ കുട്ടാ, നമുക്ക് പോയി പ്രാർത്ഥിക്കാം. മോളെ, നീ മക്കളെ കൂട്ടി കിടക്കാൻ നോക്ക്. അതിനെ കുർബാനയ്ക്ക് പോവാനുള്ളതാ. കിടന്നാൽ നേരത്തെ എണീക്കാം. വേഗം ആവട്ടെ. ശരി അമ്മേ. അപ്പത്തിനുള്ള മാവ് കലക്കി വെക്കട്ടെ. പാതിരാ കുർബാനയ്ക്ക് പോയി വന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാലോ. ഞാനും കിടക്കാൻ പോവാ. ഇങ്ങനെ ഈ കൊല്ലത്തെ ക്രിസ്മസും ഇങ്ങെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം സോബിയും കൂടി ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവൻ വാങ്ങിക്കൊണ്ടു വന്നു. പുത്തനുടുപ്പുകളും കേക്കും എല്ലാം അവൻ വാങ്ങിക്കൊണ്ടു വന്നു. പാതിരാ കുർബാനയ്ക്ക് ചൂട്ടു കത്തിച്ച് പള്ളിയിൽ പോയത് മനസ്സിൽ നിന്നും മായുന്നില്ലല്ലോ. ദൈവമേ, ഉല്ലാസമാടുന്നിതാ കുഞ്ഞിളം കാറ്റിൽ പാടിടും ലില്ലികൾ ഗ്ലോറിയ പാടുന്നിതാ. ലാ 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 ലാ
എങ്ങനെ അറിയണമോ? ഞാൻ ഈ കോലത്തിലല്ലേ വരണേ. എന്നൊരു വീടെത്തിയല്ലോ, ഒരു തുള്ളി വെള്ളം കുടിക്കട്ടെ. സമാധാനം എന്റെ വീടെത്തിയപ്പോ. എല്ലാം അടിച്ചു നോക്കട്ടെ. അപ്പച്ചനും അമ്മയൊക്കെ ഉറക്കായി എന്നാ തോന്നണേ. ഭാര്യയും മക്കളൊക്കെ ഉറക്കായി. ഏതെങ്കിലും പണിപ്പോക്കരാവും. തുറക്ക് അപ്പച്ച, അപ്പച്ചന്റെ മോൻ വന്നു. അപ്പച്ച, അപ്പച്ച, ഞാൻ ഷോപ്പിയുടെ അപ്പച്ച, അപ്പച്ചന്റെ മോനാണ് അപ്പച്ച. അപ്പച്ച, ഞാൻ വന്നു. റാണി, അമ്മേ, മക്കളെ, ഞാൻ തിരിച്ചു വന്നു. ഞാൻ ഗ്രാമത്തിൽ വന്നിട്ടില്ല. ഞാൻ തിരിച്ചു വന്നു. അപ്പച്ചോ, അപ്പച്ചോ, അപ്പച്ച, ഞാൻ തിരിച്ചു വന്നു. അപ്പച്ചോ, റാണിയെ, അമ്മേ, ഞാൻ തിരിച്ചു വന്നുട്ടാ. ശോഭിച്ചേട്ടാ, എവിടെയായിരുന്നു ഇത്ര നാളും? എന്തു പറ്റി? ഇവര് എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കറിയായിരുന്നു ശോഭിച്ചേട്ടൻ തിരിച്ചു വരുമെന്ന്. ഞാൻ ആകെ വിഷമിച്ചു പോയി. നമ്മുടെ കുഞ്ഞുങ്ങളും. ശോഭിച്ചേട്ടാ, എന്തു പറ്റി? എവിടെയായിരുന്നു ഇത്ര നാളും? പറയൂ ശോഭിച്ചേട്ടാ, എന്തു പറ്റി? റാണി, എനിക്ക് വിമാനത്തിൽ ഞാൻ കയറി, വിമാനം പൊന്തി. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ വിമാനം താഴേക്ക് വീഴുക ചെയ്ത്. എന്താണ്ടായെന്ന് എനിക്കൊന്നും അറിയില്ല മോളെ. എന്റെ എന്നിട്ട് ഈ ആദിവാസികളുണ്ടല്ലോ, അവര് മരുന്ന് പറിക്കാൻ വന്നപ്പോഴേ എന്നെ കണ്ടൂന്ന്. അപ്പൊ അവര് തീരെ വയ്യാതെ മുറിവൊക്കെ ആയിട്ട് ഞാൻ കിടന്നിരുന്നതേ. എന്നിട്ട് അവരെന്നെ എടുത്ത് കൊണ്ടുപോയത്. കാലിലൊക്കെ കഴിയുമ്പോഴൊക്കെ നന്നായി മുറിവുണ്ടായിരുന്നതേ. കണ്ണൊക്കെ മുറിവൊക്കെ ഉണങ്ങിയതാ. നന്നായി മുറിവുണ്ടായിരുന്ന നേരത്തൊക്കെ കാലുകൾക്ക് നടക്കാനൊന്നും പറ്റിയിരുന്നില്ല. തീരെ ഭക്ഷണം കഴിക്കാൻ ഒന്നിനും പറ്റാതെ തീരെ വയ്യന്റെ. മരുന്നൊക്കെ വെച്ച് കെട്ടി മരുന്നൊക്കെ തന്നിട്ടാണ് എനിക്ക് സുഖമായത്. മരുന്നേടൊക്കെ മാറിയപ്പോഴാണ് അവരെന്നോട് പറഞ്ഞയച്ചത്. എന്നിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മുടെയൊക്കെ തമ്പുരാന്റെ അപ്പന്റെയും അമ്മയുടെയും എന്റെ ഭാര്യയുടെയും മക്കളെയും തമ്പുരാന്റെ വീടുകൊണ്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. ഞാൻ ഇനി എവിടേക്കും പോണില്ല. ഞാൻ ഇവിടെ എന്നെ ജോലിക്ക് പോയിട്ട് നമ്മുടെ കടകളൊക്കെ വീട്ടിക്കോളാം കേട്ടോ. അപ്പച്ച, ഞാൻ ഇനി എവിടേക്കും പോണില്ല കേട്ടാ. മോനെ, ഇനി നീ എവിടെയും പോകണ്ട. നാട്ടിലെ ജോലി എടുത്ത് കുടുംബം നോക്കിയാൽ മതി. റാണിയെയും ഞങ്ങളെയും മക്കളെയും തനിച്ചാക്കി ഇനി നീ എവിടെയും പോകണ്ട. ഈ ക്രിസ്മസ് രാവിൽ ഉണ്ണീഷു നമുക്ക് നമ്മുടെ കുഞ്ഞുമോനെ തിരിച്ചു തന്നില്ലേ? അതല്ലേ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. വാ മക്കളെ, നമുക്ക് പാതിര കുർബാനയ്ക്ക് പോകാം. ദൈവത്തിന് ഒന്ന് ചേർന്ന് നന്ദി പറയാം. ഉണ്ണി പിറന്നു ബത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ. നിർമ്മലമോദമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ. മംഗളഗാനം പാടിടുവിൻ. പാതിരാവിൽ പനിനീരിൽ, പൂനിലാവിൽ പുഞ്ചിരിയിൽ, നീലവാനിലെ സുരദീപം താണിറങ്ങി വരുന്നുലകിൽ. താണിറങ്ങി വരുന്നുലകിൽ. ഉണ്ണി പിറന്നു ബത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ.